Okay, good evening all. So ഗോൾഡിൽ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് മന്ത്ലി ചാർട്ട് ഇന്ന് നോക്കാം. ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് ഞാൻ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ നമ്മൾ പറഞ്ഞതാണ്. പ്രീവിയസ് ക്യാൻഡിൽ ഇൻവെർട്ടർ ഹാമർ ആണ്. അതുകൊണ്ട് ആ ഓൾ ടൈം ഹൈയിലേക്ക്, അതായത് അതിൻ്റെ അപ്പർ വിക്കിലേക്കുള്ള ഒരു മൂവ്മെൻറ്റിനുള്ള ചാൻസ് നമ്മൾ പറഞ്ഞതാണ്. സോ ഇതാണ് മന്ത്ലി ചാർട്ടിലെ കണ്ടീഷൻ. ഓക്കെ, ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ ഗോൾഡിൽ 5600 സോ ഈ ഒരു അപ്പർ വിക്കിലേക്കുള്ള മൂവ്മെൻറ്റിന് ഇത്, അതായത് 4900 ശേഷം ഒരു ഇമ്പൾസീവ് ബൈ ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ പ്രീവിയസ് വീക്കിലെ അനാലിസിസ് കണ്ടാൽ അറിയാൻ പറ്റും. മന്ത്ലി ചാർട്ട് 4900 ശേഷം ഒരു ഇമ്പൾസീവ് ബൈ ആണ്. ഇമ്പൾസീവ് ബൈയിൽ തന്നെയാണ് ഇപ്പം മൂവ് ചെയ്യുന്നത്. ഈ ബുള്ളിഷ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ദിസ് മന്ത് ഓർ നെക്സ്റ്റ് മന്ത് വീണ്ടും ഓൾ ടൈം ഹൈയിലേക്കുള്ള മൂവ്മെൻറ്റിനുള്ള ചാൻസ് കൂടുതലാണ്. ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ മന്ത്ലി ചാർട്ട് ഓവർബ്രോട്ട് കണ്ടീഷനാണ്. ഓവർബ്രോട്ട് കണ്ടീഷനിലായതുകൊണ്ട് മന്ത്ലി ചാർട്ടിലുണ്ടായ റിജക്ഷനാണ് നമ്മൾ കണ്ടത് 4400 വരെ. ഓക്കെ, ഇതേമാതിരിയുള്ള റിജക്ഷനുള്ള ചാൻസസ് ഉണ്ട്. അത് ഈ മന്ത് എങ്ങനെ ഇൻഡ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4200 മൂവ്മെൻ്റ് ആണ് കാണുന്നത്. അതായത് ഓവർ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ഇനിയും ഗോൾഡ് മുകളിലോട്ട് തന്നെയാണ് കയറുക. ഓക്കെ, സോ ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് അതാണ് നമുക്ക് തരാനുള്ള അനാലിസിസ്. വീക്കിലി ചാർട്ടിലേക്ക് മൂവ് ചെയ്യുമ്പോൾ വീക്കിലി ചാർട്ടിൽ കറക്റ്റ് ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്ന് റീട്രേസ്മെൻ്റ് അപ്പ്. സോ നെക്സ്റ്റ് 2 ക്യാൻഡിൽസ് ബുള്ളിഷ് മൂവ്മെൻറ്റ്. സോ ഇപ്പോഴിങ്ങനെയാണ് നിൽക്കുന്നത്. അതായത് ഈ ഓൾ ടൈം ഹൈ എന്നുണ്ടായ റിജക്ഷൻ ഉണ്ടല്ലോ, അതായത് ഇനി മുകളിലോട്ടുള്ള ബേസ്ഡ് ഓൺ വീക്കിലി ചാർട്ട് നോക്കുമ്പോൾ മുകളിലോട്ടുള്ള മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ബൈ ഏരിയ ആണ്. അവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, ക്ലിയർ ബൈ ഏരിയ ആണ്. ഓക്കെ, RSI ലെവൽ ചെക്ക് ചെയ്യുമ്പോൾ RSI ബൈ ഏരിയയിലേക്ക് കയറി കാണും. അതായത് 80 മുകളിലേക്കാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് വീണ്ടും ബുള്ളിഷ് മൂവ്മെൻറ്റിനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ സെല്ലിംഗ് എവിഡൻസ് വെയിറ്റിംഗ് ഒന്നും തന്നെ വീക്ക്ലി ചാർട്ടിൽ നമുക്ക് പറയാനില്ല. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ ബുള്ളിഷ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ആണ്. നെക്സ്റ്റ് ഇപ്പം 100 കഴിഞ്ഞിട്ടുണ്ട് ഗോൾഡ്. സോ നെക്സ്റ്റ് വീക്കിൽ 200 എബോവിലേക്ക് വീണ്ടും കുതിക്കാനുള്ള ചാൻസാണ് കാണുന്നത്. സോ ഡെയിലി ചാർട്ടിൽ വരുമ്പോൾ ഡെയിലി ചാർട്ടിലാണ് ഇമ്പോർട്ടൻ്റ്. ഡെയിലി ചാർട്ടിൽ ഇമ്പോർട്ടൻ്റ് കാണിക്കാം. ഡെയിലി ചാർട്ടിൽ നമ്മൾ ലൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതാണ്, ഡെയിലി ചാർട്ടിൽ ഒരു ബുള്ളിഷ് എവിഡൻസ് ഉണ്ട്. ആ ബുള്ളിഷ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. ഗോൾഡ് ഡെയിലി ചാർട്ടിൽ ഈ ഒരു ബുള്ളിഷ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല, മാർക്കറ്റ് ക്ലോസ് ആയാണ് ചെയ്തത്. അതായത് 122 5122 ഈ ബുള്ളിഷ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻ്റ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവിൽ പറഞ്ഞത്. ലൈവ് തുടക്കത്തിൽ ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡലിനെ ബ്രേക്കിങ് 5046, നെക്സ്റ്റ് ഇത്. സോ 5123 മൂവ്മെൻറ്റിലാണ് ഗോൾഡ്. ബട്ട് അതിനു മുമ്പ് മാർക്കറ്റ് ക്ലോസ് ആവുകയാണ് ചെയ്തത്. ഓക്കെ, സോ ഇതാണ് ഡേ ക്യാൻഡിൽ നമുക്ക്
നോക്കുമ്പോൾ ഡേ ചാർട്ട് നോക്കുമ്പോഴത്തേക്ക് ബൈ ഏരിയയിലേക്കുള്ള മൂവ്മെൻറ്റിലാണത്. സോ എബോവ് ദിസ് ലെവൽ എന്ന് വെച്ചാൽ ക്ലിയർ ബൈ ഏരിയ ആണ്. അതായത് ആ വീക്ക്ലി ചാർട്ടിൽ കണ്ടതുപോലെ എബോവ് ദിസ് ലെവൽ, ഈ 200 ലെവലിന് മുകളിലോട്ടെന്ന് പറഞ്ഞാൽ ക്ലിയർ ബൈ ഏരിയ ആണ്. പിന്നെ ഓൾ ടൈം ഹൈയിലേക്കുള്ള മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ ക്ലിയർ ബൈ ഏരിയയിലാണ് 600ലേക്കുള്ള മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ. ഓക്കെ, സോ ഇന്ന വാർ സിറ്റുവേഷനിലാണ്. ഡീറ്റെയിൽഡ് അപ്ഡേറ്റ് നമുക്ക് നോക്കാം. ഇപ്പോഴും ഗോൾഡിൻ്റെ ട്രെൻഡ് ബേസ്ഡ് ഓൺ ഡേ ചാർട്ട് ബുള്ളിഷ് ട്രെൻഡിലേക്ക് അത് മാറിയിട്ടുണ്ട്. ഓക്കെ, ഡേ ചാർട്ടിൽ നമ്മൾ ഒരു ട്രെൻഡ് ലൈൻ മേക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈനാണ് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുക. ഇത് ഇവിടുന്ന് ഇനി ഒരു ഫോളോ വരുവാണെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. കാര്യം ഇവിടെ സെല്ലിംഗ് എവിഡൻസ് ഒന്നും തന്നെ വെയിറ്റിംഗ് ഇല്ല. ക്ലിയർ ഒരു ബൈയിങ് എവിഡൻസ് വെയിറ്റിംഗ് ഉണ്ട്. ആ ബൈയിങ് എവിഡൻസ് റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് അതിനുള്ള ചാൻസാണ് കൂടുതൽ. 122 എൻഗൾഫ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ക്യാൻഡലിനെ എൻഗൾഫ് ചെയ്യുക എന്നുള്ളതാണ്. അതിലേക്കുള്ള മൂവ്മെൻറ്റിലാണ് ഗോൾഡ്. ബട്ട് അതിന് മുന്നേ മാർക്കറ്റ് ക്ലോസ് ആവുകയാണ് ചെയ്തത്. ഓക്കെ, ബേസ്ഡ് ഓൺ ഡേ RSI ലെവൽ എന്ന് പറഞ്ഞാൽ ക്ലിയർ ബൈ ഏരിയയിലേക്കാണ് കയറുന്നത്. 80-ന് മുകളിൽ കയറി കഴിഞ്ഞാൽ വീണ്ടും ഗോൾഡ് കുതിക്കും. വീണ്ടും ഗോൾഡിൽ ആ കുതിപ്പെന്ന് പറഞ്ഞാൽ ഓൾ ടൈം ഹൈയിലേക്കായിരിക്കും. നമ്മൾ പറഞ്ഞു മന്ത്ലി ചാർട്ട് ക്ലിയർ ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. മന്ത്ലി ചാർട്ടിലുള്ള മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് അപ്പർ വിക്കിൽ ഉള്ള മൂവ്മെൻറ്റ്. അതായത് ഞാൻ ഈ മന്തിൻ്റെ ആദ്യം നമ്മൾ ചെയ്ത വീക്കിലി അനാലിസിസിൽ പറഞ്ഞതാണ് 4900-4800 ലെവലിന് മേളിൽ ഇമ്പൾസീവ് ബൈ ആണെന്ന് പറഞ്ഞു. അതായത് ബേസ്ഡ് ഓൺ മന്ത്ലി അനാലിസിസ് ചെയ്തിട്ട് അങ്ങനെ ലോങ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോഴും കറക്റ്റായിട്ട് ഇത് ഓൾ ടൈം ഹൈയിലേക്കുള്ള മൂവ്മെൻറ്റിലാണ് വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഡേ ചാർട്ടാണ് നമ്മൾ അനാലിസിസ് ചെയ്യണത്. ഡേ ചാർട്ട് നോക്കുമ്പോൾ ഇതാണ് കണ്ടീഷൻ. ഓക്കെ, ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ഒരു ബൈ ഏരിയ ആണ് മുകളിലോട്ട്. നമുക്ക് 4 അവർ നോക്കാം. 4 അവറിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കൊരു പണിയാണ്. നമ്മുടെ പഴയ ഡ്രോയിങ്സുകൾ എടുക്കാം. കാര്യം അവിടെ നമ്മൾ ഓൾറെഡി കുറേ മാർക്കിങ്ങുകൾ കാണും. 4 അവറിൽ ക്ലിയർ ബൈയിങ് എവിഡൻസ് ഇട്ടിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. ബട്ട് അവിടെ 4 അവറിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഓവർ ബ്രോട്ട് കണ്ടീഷനിലായിരിക്കും. നോക്കാം, ഓവർ ബ്രോട്ട് കണ്ടീഷനിലാണ്. 4 അവറിൽ ഓവർ ബ്രോട്ട് കണ്ടീഷനാണ്. കാണിക്കാം. ഓക്കെ, അതിന് മുന്നേ ആ ഡ്രോയിങ്സ് ഒന്ന് തിരിച്ചെടുക്കട്ടെ. ഓക്കെ, ഇങ്ങനെ കിടക്കട്ടെ. 4 അവറിലേക്ക് മാറാം. കാര്യം ഈ മാർക്കിങ്ങുകളെല്ലാം കുറേ കീ ലെവലുകൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ്. നമ്മൾ ലൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടാണ്. അതങ്ങനെ തന്നെ കിടക്കട്ടെ. അത് നമുക്ക് ഉപയോഗപ്പെടും. കുറേ കീ ലെവലുകളാണിത്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ 4 അവറിൽ ക്ലിയർ ബൈയിങ് എവിഡൻസ് ദിസ് വൺ. ഓക്കെ, ബൈയിങ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. ഫർദർ എല്ലാ ക്യാൻഡിലും ആ മൂവ്മെൻ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇവിടെയും ഈ ഒരു ലെവലിലേക്ക് 5118 ലെവലിലേക്കാണ് അതിൻ്റെ മൂവ്മെൻറ്റ്. ഓക്കെ, ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ പറഞ്ഞു ഓവർ ബ്രോഡ് കണ്ടീഷനിലാണ്. ബേസ്ഡ് ഓൺ 4 അവർ ഓവർ ബ്രോഡ് കണ്ടീഷനിലാണ്. അതുകൊണ്ട് ഗോൾഡിൽ എന്ത് സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിജക്ഷൻസ് ഉണ്ടാവും. ഫോളോ ചെയ്തതിന് ശേഷം സെല്ലിംഗ് എവിഡൻസ് ഇടുകയാണ്. സെല്ലിംഗ് എവിഡൻസ് ഇടാനുള്ള ചാൻസ് കുറവാണ്. സെല്ലിംഗ് എവിഡൻസ് വെയിറ്റിംഗ് ഇല്ല. ഓക്കെ, വെയിറ്റിംഗ് ഇല്ല. ഇതാണ് കണ്ടീഷൻ ഉള്ളത്. ഓക്കെ, സെല്ലിംഗ് എവിഡൻസ് ഇടുകയാണെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ബേസ് ചെയ്ത് ഡിമാൻഡ് ഏരിയ മാർക്ക് ചെയ്തിട്ട് അവിടേക്കുള്ള ഫോൾ നമുക്ക് നോക്കാം. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ ലൈവിൽ ഒരു ക്ലിയർ ആയിട്ട് സെൽ എവിഡൻസ് ഞാൻ തന്നായിരുന്നു. ഇതായിരുന്നു നമ്മൾ 15 മിനിറ്റിലായിരുന്നു നിന്നത്. 15 മിനിറ്റിൽ നിന്നിട്ട്
ക്ലിയർ ഒരു സെല്ലിംഗ് എവിഡൻസ് ഞാൻ തന്നതാണ്, കാണിക്കാം. അത് കറക്റ്റായിട്ട് സംഭവിച്ചു. ഇതാണ്ട ഈ ഒരു സെല്ലിംഗ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് ഈ ഡിമാൻഡ് ലെവലിലേക്ക് ഫോളോ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. ബട്ട് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ വരെ വന്നിട്ട് തിരിച്ച് പിന്നെയും കയറിയിട്ട് എടുത്തുണ്ടോ ആ ലെവൽ. ഞാൻ ഈ മാർക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് ആ ലെവൽ വരെ അത് ഫോളോ ചെയ്തിരിക്കും. ബട്ട് ടേക്ക് ടൈം, സമയം എടുത്താലും അത് അവിടെ വന്ന് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് അപ്പ് ചെയ്യുകയാണ് ചെയ്തത്. കണ്ടോ, ഈ ഒരൊറ്റ ക്യാൻഡിലിൽ അത് എടുത്തിട്ട് പോയി. ഞാൻ ഇവിടേക്ക് ഫോളോ ചെയ്യുമെന്നാണ് പറഞ്ഞത്, വരച്ചിട്ടത് ഉണ്ടല്ലോ ഈ മാർക്കിങ്, ക്ലിയർ ആയിട്ട് അതെടുത്തു. 15 മിനിറ്റിലായിരുന്നു നമ്മളത് ഇന്നലെ നമ്മൾ ലൈവിൽ, ഇന്നലെ നമ്മുടെ ഈവനിങ് ലൈവിൽ നമ്മൾ അത് ഇട്ടതാണ് 15 മിനിറ്റ് ബേസ് ചെയ്തിട്ട്. കണ്ടല്ലോ, സെല്ലിംഗ് എവിഡൻസ് ഇതായിരുന്നു നമുക്ക് കിട്ടിയ സെല്ലിംഗ് എവിഡൻസ്. അതിനെ റെസ്പെക്ട് ചെയ്തിട്ട് ഇവിടേക്ക് ഫോളോ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ ഇതേമാതിരി നമുക്ക് 4 ഹവറിൽ ഒന്നും തന്നെ ഇല്ല. നമ്മൾ 4 ഹവറാണ് ഇപ്പോൾ അനാലിസിസ് ചെയ്യുന്നത്. നോക്കാം, 4 ഹവറിലേക്കാണ് മാറാം. 4 ഹവറിൽ നമുക്ക് സെല്ലിംഗ് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, കുറച്ച് ലൈൻസ് ഒഴിവാക്കാം. ഇതെല്ലാം നമ്മൾ നേരത്തെ മാർക്കിങ്ങുകളാണ്, ഇതൊന്നും ഇനി ആവശ്യമില്ല. ഫസ്റ്റ് നമ്മൾ ഈ 46 ബ്രേക്ക് എന്നായിരുന്നു ഫസ്റ്റ് പറഞ്ഞിരുന്നത്, അതാണ് സംഭവിച്ചത്. ഓക്കെ, 4 ഹവർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ RSI ലെവലാണ്. RSI ലെവൽ ഓവർ ബ്രോട്ട് കണ്ടീഷനാണ്. സോ ദാറ്റ് മീൻസ് അവിടുന്ന് റിജക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സെൽ ട്രേഡ് 4 ഹവർ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ബട്ട് ഗോൾഡ് കുറച്ചും കൂടി മുകളിലോട്ട് കയറിയതിന് ശേഷമേ ഫോളോ ചെയ്യത്തുള്ളൂ. മാക്സിമം 4 ഹവർ ബേസ് ചെയ്തിട്ട് റീസെൻറ്റ് മൂവ്മെൻറ്റ് ഇതിലേക്കാണ് വരുന്നത്, 5118 ലെവലിലേക്ക്. സോ 5118 ലെവലിലേക്കുള്ള മൂവ്മെൻറ്റിനുള്ള ചാൻസാണ് കാണിക്കുന്നത്. അതല്ല, അത് അവിടെ നിന്ന് ഒരു റിജക്ഷൻ ചെയ്തിട്ട് പിന്നെയും മുകളിലോട്ട് കയറാനുള്ള ചാൻസാണ് ഉള്ളത്. ഓക്കെ, കാര്യം ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് സെല്ലിംഗ് എവിഡൻസ് ഒന്നും തന്നെ നമുക്കില്ല. ബാക്കി ടൈം ഫ്രെയിമുകളിലും കൂടി നമുക്ക് നോക്കാം. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് പ്ലാൻ ചെയ്യാം, ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാം. ഓക്കെ, സോ നമുക്കിനി നോക്കാനുള്ളത് വേണമെങ്കിൽ 3 ഹവർ ഒന്ന് നോക്കാം. 3 ഹവറിൽ എവിഡൻസുകൾ അത് ഇടാറുണ്ട്, അതുകൊണ്ടാണ് 3 ഹവർ നോക്കുന്നത്. യൂഷ്വലി നമ്മൾ 3 ഹവർ നോക്കാറില്ല. 3 ഹവറിൽ വെയിറ്റിംഗ് സെല്ലിംഗ് എവിഡൻസ് എന്ന് പറയാൻ ഒരെണ്ണമുണ്ട്. ഓക്കെ, ഗോൾഡിൽ ഒരു സെല്ലിംഗ് എവിഡൻസ് റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ കിടപ്പുണ്ട്. ദിസ് വൺ 3 ഹവറിൽ. സോ ഗോൾഡിൽ ഒരു ഫോള് 3 ഹവർ ബേസ് ചെയ്തിട്ട് ഒരു ഫോള് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ വരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും, 4975 വരെ. ഇപ്പോഴതിൻ്റെ RSI ലെവൽ നോക്കുമ്പോൾ ഇവിടെയും ഓവർ ബ്രോട്ട് കണ്ടീഷനാണ്. സോ അതുകൊണ്ട് റിജക്ഷൻ വരുമ്പോൾ ഒരു സെൽ എവിഡൻസ് ഇട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഷുവർ ഇങ്ങോട്ട് 4975. അതിനുശേഷം അതായത് 4975 താഴോട്ട് വന്നതിന് ശേഷം പിന്നെ കയറും 3 ഹവർ ബേസിൽ. ബട്ട് 3 ഹവറിലെ സെല്ലിങ് ബൈയിങ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല. ബുള്ളിഷ് മൂവ്മെൻറ്റ് ഫുള്ള് കംപ്ലീറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഇത് ഫോളോ ചെയ്തിട്ട് പിന്നെയും മുകളിലോട്ട് കയറാനുള്ള ചാൻസ് ഉണ്ട്. അത് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിനെ ബേസ് ചെയ്തിരിക്കും. മാർക്കറ്റിൽ മോർ ബയേഴ്സ് കയറി വരികയാണെങ്കിൽ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സെല്ല് പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മാർക്ക് ചെയ്തേക്കുക. ഗോൾഡ് ഫോളോ ചെയ്യുന്നു എന്ന് വെച്ചോ, ഫോളോ ചെയ്ത് ഒരു 5020 ലെവലിൽ താഴുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ മാർക്ക് ചെയ്ത ഇതിനെ ബേസ് ചെയ്തിട്ട് ചെയ്യാം. പോട്ടെ, അതുമല്ല 5000 താഴെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഇതനുസരിച്ച് പ്ലാൻ ചെയ്തോ. ഓക്കെ, സോ അങ്ങനെ എങ്കിലും നിങ്ങൾക്ക് നഷ്ടമല്ല. 5000 താഴെ വരികയാണെങ്കിൽ പിന്നെ ഈ 4975 താഴോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഒൺലി 3 ഹവറിലാണ് നമുക്കൊരു സെല്ലിംഗ് എവിഡൻസ് വെയിറ്റിംഗ് ഉള്ളത്. 3 ഹവറിൽ 4 ഹവറിൽ എല്ലാം ഓവർ ബ്രോട്ട് കണ്ടീഷനിലാണ്. RSI ലെവൽ 100ൽ നിൽക്കുകയാണ്. സോ അതുകൊണ്ട് ഇനിയൊരു റിജക്ഷന് ശേഷമാണ് അപ്പ് വരാനുള്ള ചാൻസ് ഉള്ളത്. 2 ഹവറിലേക്ക് നോക്കാം. ബേസ്ഡ് ഓൺ 2 ഹവറിൽ ഒരു സെല്ലിംഗ് എവിഡൻസും വെയിറ്റിംഗ് ഇല്ല, നോ സെല്ലിംഗ് എവിഡൻസ്. ഓക്കെ,
നോ സെല്ലിംഗ് എവിഡൻസ്, റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ ഒന്നും തന്നെ കിടപ്പില്ല. ബട്ട് ഇവിടെ ബൈയിങ് എവിഡൻസ് ഉണ്ട്, ക്ലിയർ ബൈയിങ് എവിഡൻസ്. ആ ബൈയിങ് എവിഡൻസ് ഇട്ടിട്ട് തന്നെയാണ് മാർക്കറ്റ് കയറിയത്. നോ സപ്ലൈ ക്യാൻഡിൽ, ഒരു നോ സപ്ലൈ ക്യാൻഡിൽ പ്രീവിയസ്, അതിനുശേഷം ക്ലിയർ ബൈയിങ് എവിഡൻസ്. ഈ ബൈയിങ് എവിഡൻസ് ഇട്ടിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ക്യാൻഡലിൻ്റെ പ്രത്യേകത നോക്കുക, അപ്പർ വിക്ക് ഇല്ല. മാർക്കറ്റ് ക്ലോസ് ആയത് മുകളിലോട്ട് കയറാനായിട്ടാണ്, ബട്ട് അപ്പർ വിക്ക് ഒന്നും ഫോം ചെയ്തിട്ടില്ല. ഓക്കെ, ഇവിടെയും RSI ലെവൽ ഓവർ ബ്രോട്ട് കണ്ടീഷനാണ്, 100 ആണ്. സോ അതുകൊണ്ട് ഒന്ന് താന്നിട്ടാണ് ഇനി കയറാനുള്ളത്. ഓക്കെ, 2 അവറിൽ 1 അവറിലേക്ക് വരുമ്പോൾ 1 അവറിൽ ന്യൂ ബൈയിങ് എവിഡൻസ്. അഗെയിൻ ദിസ് ഈസ് എ ബൈയിങ് എവിഡൻസ്. ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് ക്ലിയർ ബൈയിങ് എവിഡൻസ്. എഗെയിൻ എ ന്യൂ ബൈയിങ് എവിഡൻസ്. കണ്ടോ, അവിടെയും ഓവർ ബ്രോട്ട് കണ്ടീഷനാണ്. നമ്മളിപ്പം നോക്കിയ 4 അവർ, 3 അവർ, 2 അവർ എല്ലായിടത്തും ഓവർ ബ്രോട്ട് കണ്ടീഷനിലാണ് മാർക്കറ്റ്. സോ അതുകൊണ്ട് റിജക്ഷൻ വരും. റിജക്ഷൻ വന്നതിന് ശേഷം ഇനി മുകളിലോട്ട് കയറുന്നെങ്കിൽ കയറത്തുള്ളൂ. 3 ടൈം ഫ്രെയിമുകൾ നമ്മൾ നോക്കി, 4 അവർ, 3 അവർ, 2 അവർ, 1 അവർ. ഇപ്പോൾ 1 അവർ നോക്കിയപ്പോഴും അവിടെയും എന്താണ്, ഓവർ ബ്രോട്ട് കണ്ടീഷനാണ്. മാർക്കറ്റിനെ ഓവർ ബ്രോട്ട് കണ്ടീഷനാണ്. സോ അതുകൊണ്ട് അവിടുന്ന് ഒരു റിജക്ഷൻ വന്നതിന് ശേഷം ഇനി മുകളിലോട്ട് കയറാനുള്ള ചാൻസ്. ഓക്കെ, ഇവിടെ സെല്ലിംഗ് എവിഡൻസ് വെയിറ്റിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദെയർ ഈസ് നോ സെല്ലിംഗ് എവിഡൻസ്. സെല്ലിംഗ് എവിഡൻസ് ഒന്നും തന്നെ റെസ്പെക്ട് ചെയ്യപ്പെടാതെ കിടക്കുന്നില്ല. പ്രീവിയസ് ഒരെണ്ണം ഇതായിരുന്നു, അതിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് ഈ ഫോളോ ചെയ്തത്. ഇതാണ് നമ്മൾ 15 മിനിറ്റ് ബേസ് ചെയ്ത് മാർക്ക് ചെയ്തത്. നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത്, നമ്മൾ നിങ്ങൾ എടുത്തൊന്നും എനിക്കറിയില്ല, ഞാൻ മാർക്ക് ചെയ്ത സെറ്റപ്പ് ചെയ്തായിരുന്നു. ഓക്കെ, സോ ഇനി 30 മിനിറ്റിലേക്ക് നോക്കുമ്പോൾ ബേസ്ഡ് ഓൺ 30 മിനിറ്റ്സ് ദർ ഈസ് എ ന്യൂ ബൈയിങ് എവിഡൻസ്. ഇത് തന്നെ. ഓക്കെ, പുതിയ ബൈയിങ് എവിഡൻസ്. അതിനെ റെസ്പെക്ട് ചെയ്തിട്ട് ബുള്ളിഷ് റാലി. 1, 2, 3, 4 ക്യാൻഡിൽ, 4 ക്യാൻഡിലും ബുള്ളിഷ് റാലിയാണ്. ബട്ട് ഈ ഒരു ക്യാൻഡിലുണ്ടല്ലോ, ഈ ക്യാൻഡിൽ ഒരു നോ ഡിമാൻഡ് ക്യാൻഡിലാണ്. എന്നിട്ടും മാർക്കറ്റ് മുകളിലോട്ടാണ് പോയത്. അവിടെയും ഓവർ ബ്രോട്ട് കണ്ടീഷനാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ താഴോട്ട് ഫോളോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. 5093 താഴോട്ട്. ഓക്കെ, സി 30 മിനിറ്റിലും ഓവർ ബ്രോട്ട് കണ്ടീഷനാണ്. ഇവിടെ നമുക്ക് ടാർഗറ്റ് ചെയ്യാനുള്ള സെല്ലിംഗ് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ടാർഗറ്റ് ചെയ്യാൻ സെല്ലിംഗ് എവിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് ബേസ് ചെയ്തിട്ട് നോക്കാമായിരുന്നു. ഇവിടെ നമുക്ക് ടാർഗറ്റ് തന്നെ ഇല്ല. ഓക്കെ, ടാർഗറ്റ് ചെയ്യാൻ സെല്ലിംഗ് എവിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് ബേസ് ചെയ്തിട്ട് നോക്കാമായിരുന്നു. ഓക്കെ, 30 മിനിറ്റ്സിൽ ഇതാണ് ഉള്ള കണ്ടീഷൻ. ഇനി നമുക്ക് 15 മിനിറ്റിലേക്ക് നോക്കാം. 15 മിനിറ്റിലോട്ട് വരുമ്പോൾ 15 മിനിറ്റിൽ വീണ്ടും ഒരു ബൈയിങ് എവിഡൻസ്. ദിസ് ഈസ് എ ബൈയിങ് എവിഡൻസ്. റെസ്പെക്ട് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ്, ബുള്ളിഷ് അപ്പ്. അവിടെ ഒരു ബുള്ളിഷ് റാലി തന്നെയായിരുന്നു. ഓക്കെ, മൾട്ടിപ്പിൾ ബൈയിങ് എവിഡൻസുകൾ അവിടെ ഉണ്ട്. സെല്ലിംഗ് എവിഡൻസ് റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ ഒരെണ്ണം ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഗോൾഡിൽ 15 മിനിറ്റ് ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഫോൾ പിടിക്കുകയാണെങ്കിൽ, ഓക്കെ, ഗോൾഡിലൊരു ഫോർകാസ്റ്റ് തന്നെ ചെയ്യാൻ പറ്റും നമുക്ക്. അതായത് ഗോൾഡിലൊരു ഫോർകാസ്റ്റ് 15 മിനിറ്റ് ബേസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയാം, ഒരു ഷോർട്ട് പൊസിഷൻ ഈ ഒരു ലെവൽ. ഓക്കെ, സോ ഈ ഒരു ലെവലിൽ നിന്ന് ഒരു ഷോർട്ട് പൊസിഷൻ എവിടെ വരെ എന്ന് വെച്ചാൽ ടാർഗറ്റ് ദിസ് ലെവൽ. ഓക്കെ, ഇതിനുള്ള ചാൻസ് ഉണ്ട് 15 മിനിറ്റിൽ ഗോൾഡ്. 15 മിനിറ്റിൽ ഇതിനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ്
ഇത് കയറി ഈ ഒരു ലെവൽ 118 അല്ലെങ്കിൽ 120, 5120 ആ ഒരു ലെവലിൽ എത്തിയതിന് ശേഷം പിന്നെ ഒരു ഫോൾ വരുവാണെങ്കിൽ നമുക്ക് 15 മിനിറ്റ് വെച്ചിട്ട് ഇവിടെ വരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ സെല്ലിംഗ് എവിഡൻസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു നോ ഡിമാൻഡ് ആയിരുന്നു. നോ ഡിമാൻഡിന് ശേഷം ക്ലിയർ സെല്ലിംഗ് എവിഡൻസ് ഇട്ടിട്ടുണ്ട്. ദെൻ അതിന് ശേഷം വീണ്ടും ഒരു ബൈങ് എവിഡൻസ് ഇട്ട് മുകളിലോട്ട് ബുള്ളിഷ് റാലിയാണ്. ഇങ്ങനെയാണ് ഗോൾഡ് നിൽക്കുന്നത്. ഗോൾഡ് ട്രെൻഡ് ചേഞ്ച് ചെയ്ത്, അതായത് നമ്മൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് നോക്കണം. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ബേസ് ചെയ്തിട്ട് മാർക്കറ്റിൽ മോർ ബയേഴ്സ് കയറി വരണം. കയറി വരുമ്പോൾ ഗോൾഡ് ഫോൾ ആവും, ട്രെൻഡ് ചേഞ്ച് വരും. ഇവിടെ നിന്നൊരു ട്രെൻഡ് ചേഞ്ച് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, അതായത് 20 ഈ ഒരു ലെവലിൽ നിന്ന്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും 15 മിനിറ്റ് ബേസ് ചെയ്തിട്ട്. കാര്യം ഇവിടെയും ഓവർ ബ്രോട്ട് കണ്ടീഷനിലേക്കാണ്, 94%. കുറച്ചും കൂടി മൂവ് ചെയ്യും. 15 മിനിറ്റ് ബേസ് ചെയ്തിട്ട് ഇനി അത് മുകളിലോട്ട് മൂവ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ വരും, അവിടെ നിന്ന് ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് 5 മിനിറ്റ് നോക്കാം. 5 മിനിറ്റിൽ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. 5 മിനിറ്റ് നോക്കുമ്പോൾ 5 മിനിറ്റിൽ ലാസ്റ്റ് ക്യാൻഡിൽ, അതായത് ഗോൾഡ് ലാസ്റ്റ് ക്യാൻഡിൽ ക്ലിയർ ബൈങ് എവിഡൻസ് ഇട്ടിട്ടാണ് എൻഡ് ആയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് നെക്സ്റ്റ് ഡേയിൽ ഒരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ആവുകയാണെന്ന് വെച്ചോ. അതായത് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഒരു 5100 ലെവലിലാണെങ്കിൽ ഷുവറായിട്ട് നമുക്ക് പറയാം 5108 മുകളിലോട്ട് കയറും. ഓക്കെ, സോ ഇവിടുന്ന് ഒരു ഫോള് വന്നാൽ, അതായത് നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ബിയറിഷ് ക്യാൻഡിൽ ആണെങ്കിലും അതിനുശേഷം ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്ന് ഇതിന് മുകളിലോട്ട് പോയിരിക്കും. 109.002 മുകളിലോട്ട് പോയിരിക്കും. ഓക്കെ, കാര്യം 5 മിനിറ്റിൽ ക്ലിയർ ബൈയിങ് എവിഡൻസ് അത് ഇട്ടിട്ടുണ്ട്. സോ അതല്ല, ഒരു ഫോള് വന്ന് ലിക്വിഡിറ്റി ഗ്രാബിങ്ങിന് ശേഷം വീണ്ടും വരികയാണെങ്കിൽ നമുക്ക് ഈ ബൈയിങ് എവിഡൻസ് വെച്ചിട്ട് ലോങ് പൊസിഷൻസ് എടുക്കാൻ പറ്റും. എന്തായാലും 5 മിനിറ്റിൽ അതൊരു ക്ലിയർ ബൈയിങ് എവിഡൻസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, 5 മിനിറ്റിൽ സെല്ലിംഗ് എവിഡൻസ് എന്തെങ്കിലും റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ കിടപ്പുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ റീസെൻ്റായിട്ട് പറയാൻ ഒന്നും തന്നെ ഇല്ല. റീസെൻ്റായിട്ട് പറയാൻ ഒരെണ്ണം പോലും ഇല്ല. ഓക്കെ, എല്ലാം വിത്തൗട്ട് എവിഡൻസിലാണ്. ക്ലിയർ ബുള്ളിഷ് റാലിയാണ് നടന്നിരിക്കുന്നത്. ഓക്കെ, ബട്ട് 15 മിനിറ്റിലുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. 15 മിനിറ്റിലുണ്ട്, അതാണ് ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്നത്. 15 മിനിറ്റിൽ ഒരു സെല്ലിംഗ് എവിഡൻസ് ഉണ്ട്. അതായത് ഗോൾഡ് 100 ലെവലിൽ എത്തി, ഇവിടെ RSI 100 ലെവലിൽ എത്തിയതിന് ശേഷം ഇനി ട്രെൻഡ് ചേഞ്ച് ചെയ്ത് ഫോളോ ചെയ്താൽ നമുക്ക് ഇവിടം വരെ പിടിക്കാൻ പറ്റും. ഇന്നലെ നമ്മൾ ടാർഗറ്റ് ചെയ്ത മാതിരി 5068. ഓക്കെ, സോ ഇതാണ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് 15 മിനിറ്റ് എല്ലാ ടൈം ഫ്രെയിമിലുള്ള അനാലിസിസ് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ മേജർ ഫണ്ടമെൻ്റൽസ്, മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ്, മാർക്കറ്റിൽ ഉള്ള ബയേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ എന്താ അവസ്ഥ എന്നുള്ളത് നോക്കണം. ഓക്കെ, സോ മേജർ ഫണ്ടമെൻ്റൽസ് നോക്കാം. നെക്സ്റ്റ് വീക്ക് 23rd മൺഡേയിൽ പറയത്തക്ക ഫണ്ടമെൻ്റൽ എന്ന് പറയാൻ ഒരു ഫാക്ടറി ഓർഡേഴ്സ് മാത്രമുണ്ട്. ഓക്കെ, FMC മെമ്പറുടെ സ്പീച്ചൊന്നും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവും തോന്നുന്നില്ല. ഓക്കെ, സോ നെക്സ്റ്റ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ട്യൂസ്ഡേയിൽ ഹൈ ഇമ്പാക്റ്റ് ഡേറ്റയിലുള്ള ഡേറ്റ റിലീസ് ഉണ്ട് അന്നത്തെ ദിവസം. ഓക്കെ, സോ വേരിയസ് ഡേറ്റാസ് റിലീസ് ഉണ്ട്. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ പറ്റുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഹൈ ഇമ്പാക്റ്റ് ഡേറ്റകളല്ല. 25th നോക്കുമ്പോഴത്തേക്ക് 25th നോക്കുമ്പോൾ FOMC മെമ്പേഴ്സിൻ്റെ സ്പീച്ചൊക്കെയാണ് വരുന്നത്. ബട്ട് 25th ഒരു ഹൈ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സാധനം എന്ന് വെച്ചാൽ ഇയാളുടെ ട്രംപിൻ്റെ ഒരു സ്പീച്ച് പറയുന്നുണ്ട്. അത് മോർണിംഗിലാണ്, വെനസ്ഡേ മോർണിംഗിൽ. സോ അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ശ്രദ്ധിക്കണം. കാര്യം ഏഷ്യ സെഷനിലും UK സെഷനിലും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പ്രസിഡന്റ് ട്രംപിൻ്റെ ഒരു സ്പീച്ച് പറയുന്നുണ്ട് വെനസ്ഡേയിൽ. നോക്കാം.
റിയൽ വൺ ഓഫ് ദ റിയൽ മാർക്കറ്റ് മാനിപ്പുലേറ്റർ തന്നെയാണ്. സോ അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ഡേറ്റ ആണ്. അതായത് തേഴ്സ്ഡേയിൽ റിലീസ് ആവുന്ന ഡേറ്റ അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിമാണ്. അത് ഇമ്പോർട്ടൻ്റ് ഡേറ്റ ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വീക്കിൽ ഈ ഒരു ഡേറ്റയെ ബേസ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റിനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിം അത് ഇമ്പോർട്ടൻ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഡേറ്റ തന്നെയാണ് മാർക്കറ്റ്. നെക്സ്റ്റ് ഫ്രൈഡേയിലേക്ക് വരുമ്പോൾ ഫ്രൈഡേയിലും ഹൈ ഇമ്പാക്റ്റ് ഡേറ്റ ഉണ്ട്. PPI ഡേറ്റ റിലീസ് ഉണ്ടെന്ന്. സോ അതുകൊണ്ട് തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ ഹൈ ഇമ്പാക്റ്റ് ഡേറ്റ ഉള്ള ദിവസങ്ങളാണ്. ബട്ട് മൺഡേ അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഡേറ്റ ഒന്നും റിലീസില്ല. ട്യൂസ്ഡേ വെനസ്ഡേയിൽ ഡേറ്റ റിലീസ് ഉണ്ട്, ബട്ട് അത് ഹൈ ഇമ്പാക്റ്റ് അല്ല. ബട്ട് വെനസ്ഡേ മോർണിംഗ് എന്ന് വെച്ചാൽ ട്രംപിൻ്റെ സ്പീച്ച് ഉണ്ട്. ഇതാണ് മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഫണ്ടമെൻ്റൽസ്, മേജർ ഫണ്ടമെൻ്റൽസ് ഇതൊക്കെയാണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഷോർട്ട് വീഡിയോ പറ്റുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇനി നമുക്ക് അറിയേണ്ടത് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എങ്ങനെയാണ്. മാർക്കറ്റ് ക്ലോസ് ആയപ്പോഴുള്ള സെൻറ്റിമെൻറ്റ്സ് നോക്കാം. മാർക്കറ്റ് ക്ലോസ് ആയപ്പോൾ സെൻറ്റിമെൻറ്റ്സ് ഇതാണ്. മോർ സെല്ലേഴ്സാണ്. മോർ സെല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു 70 മുകളിൽ വന്നു കഴിഞ്ഞാൽ 71, 72, 73 ആ ഒരു റേഞ്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഗോൾഡിൽ മോർ ബയേഴ്സാണ്. അങ്ങനെയുള്ള സമയത്ത് പ്രൈസ് ഫോളോ ചെയ്യും. ബട്ട് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, സെല്ലേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 30 മുകളിലാണ്, 31.16. ദാറ്റ് മീൻസ് പ്രൈസ് മുകളിലോട്ട് കയറും. ഈ ഒരു അതായത് മാർക്കറ്റ് ക്ലോസ് ആയ സമയത്തുള്ള ആ ഒരു സെൻറ്റിമെൻറ്റ്സ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ പ്രൈസ് മുകളിലോട്ട് കയറും. ഓക്കെ, ബട്ട് നമുക്ക് റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് നോക്കാം. റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് എന്താ അവസ്ഥ എന്നുള്ളത് നോക്കാം. റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഗോൾഡിൻ്റെ റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. ലോഡാവട്ടെ. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചോദിക്കാം. വേറെ എന്തെങ്കിലും പെയർ നോക്കണമെങ്കിൽ നോക്കാം. എന്തെങ്കിലും കമ്മോഡിറ്റീസ് നോക്കണമെങ്കിൽ നോക്കാം. ഗോൾഡ് ഡേ ചാർട്ട് ബേസ് ചെയ്തിട്ട് ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് ഞാൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ 5 മിനിറ്റിലും ബുള്ളിഷ് എവിഡൻസ് ഇട്ടിട്ടാണ് അത് നിൽക്കുന്നത്. റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് ഗോൾഡ് നോക്കാം. ഗോൾഡ് റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് ഗോൾഡ് only gold. Okay, yes, based on the retail sentiments ഗോൾഡിൽ മോർ സെല്ലേഴ്സ് ആണ്. 94% സെല്ലേഴ്സ് ആണ്. ദാറ്റ് മീൻസ് പ്രൈസ് വിൽ മൂവ്സ് അപ്പ്. അതായത് അതിൽ ഒരു ചെറിയ സമയത്തേക്കുള്ള ഫോളുകൾ ഉണ്ടായാലും അതിൻ്റെ മൂവ്മെൻറ്റ് മുകളിലോട്ട് തന്നെയാണ്. 5.5% ബയേഴ്സ്. ഓക്കെ, മോർ സെല്ലേഴ്സ് ആണ്. ദാറ്റ് മീൻസ് പ്രൈസ് വിൽ മൂവ്സ് അപ്പ്. പ്രൈസ് മുകളിലോട്ട് കയറും. ഓക്കെ, ഗോൾഡിൻ്റെ കണ്ടീഷൻ ഇതാണ്. ഗോൾഡിൻ്റെ പുട്ട് ആൻഡ് കോൾ റേഷ്യോ ഒന്ന് നോക്കാം. ന്യൂട്രലാണ്. ഗോൾഡ് പുട്ട് ആൻഡ് കോൾ റേഷ്യോ ന്യൂട്രലാണ്. ഗോൾഡ് വേഴ്സസ് BTCയുടെ നോക്കാം. അതേ മൂവ്മെൻറ്റ് തന്നെ തുടരുകയാണ്. BTC ഫോളിങ്. ഓക്കെ, ക്വാർട്ടർ റിപ്പോർട്ട് നോക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോഴും ഗോൾഡിൽ ബേസ്ഡ് ഓൺ ക്വാർട്ടർ റിപ്പോർട്ടിൽ ഡിഫറൻ്റ് ആണ്. 80% ബയേഴ്സാണ്. 79% ലോങ് പൊസിഷൻസും 20% ഷോർട്ട് പൊസിഷൻസുമാണ് ബേസ്ഡ് ഓൺ ക്വാർട്ടർ റിപ്പോർട്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഗോൾഡിൽ തരാനുള്ള നെക്സ്റ്റ് വീക്കിലേക്കുള്ള അനാലിസിസ്. ഓക്കെ, സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇവിടെ നല്ലൊരു ചാൻസ് വരുന്നത് 15 മിനിറ്റിലാണ് ഈ ഒരു സെല്ലിംഗ് എവിഡൻസ്. ഇതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് അതായത് ഗോൾഡിൽ ഫോൾ വരുവാണെങ്കിൽ ഇത് ടാർഗറ്റ് ചെയ്യാം. ബിലോ 5068.
ക്ലിയർ സെൽ എവിഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് വളരെ റീസെൻ്റ് ആയിട്ടുള്ള മൂവ്മെൻ്റ് അതിൽ കാണിക്കുന്നത് 5 മിനിറ്റിലെ ബൈങ് എവിഡൻസ്, പ്രീവിയസ് ക്യാൻഡിൽ എൻ്റെ ആയത് ബൈങ് എവിഡൻസ് ആണ്. ദാറ്റ് മീൻസ് വീണ്ടും ഈ ഒരു ലെവലിന് മുകളിലോട്ട് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് 118ലേക്ക്. ഓക്കെ, സോ ഇതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്കുള്ള അനാലിസിസ് ആണ് പറഞ്ഞത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ചോദിക്കേണ്ടത് ചോദിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കാനുണ്ടെങ്കിൽ നോക്കാം. BTCയുടെ ഒരു കണ്ടീഷൻ ഒന്ന് നോക്കിയേക്കാം. ഇപ്പോഴ് എന്തെങ്കിലും ഒരു മാർക്കിംഗ് ഉണ്ടെങ്കിൽ ഞാൻ മാർക്കിംഗ് ചെയ്തു തരാം. BTC നോക്കാം, 4 hour. BTCയിൽ എനിക്ക് മാർക്ക് ചെയ്യാൻ ഇപ്പോഴ് 4 hour ബേസ് ചെയ്തിട്ടൊന്നുമില്ല. 4 hour ബേസ് ചെയ്തിട്ട് എനിക്ക് എവിഡൻസ് ഇല്ല. ചോപ്പി മാർക്കറ്റാണ്, ക്ലിയർ ചോപ്പി മാർക്കറ്റ്, എവിഡൻസ് ഇല്ലാതെയുള്ള മൂവ്മെൻറ്റ്. ബട്ട് ഓവർ ബ്രോട്ട് ഏരിയയിലാണത്, ബൈ ഏരിയയിലാണ്. അതുകൊണ്ട് കുറച്ചും കൂടിയൊക്കെ മുകളിലോട്ട് അത് പോകും. വേറെ ഏതെങ്കിലും ടൈം ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ BTC ചെറിയ ടൈം ഫ്രെയിമിൽ ഈ ഇൻവെർട്ടർ ഹാമറിനെ റെസ്പെക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം. അതായത് 68,232, 68,232 ഈ ഒരു ഇൻവെർട്ടർ ഹാമറുണ്ട്. വേറെ ഓപ്പർച്യൂണിറ്റികളൊന്നുമില്ല. BTC വിട്ടേക്ക. കാര്യം ഇന്ന് സ്മാർട്ട് മണി ഫ്ലോ ഒന്നുമില്ല, വളരെ സ്ലോ മൂവ്മെൻ്റ് അത്. ഓക്കെ, സോ ഗോൾഡ് ഇതാണ് നമുക്ക് ഉള്ള അനാലിസിസ്. റീസെൻ്റ് മൂവ്മെൻറ്റ് ഈ 5 മിനിറ്റിനെ ബേസ് ചെയ്തിട്ട് ബുള്ളിഷ് അപ്പ്. ബട്ട് 15 മിനിറ്റിൽ ഞാനൊരു സെല്ലിംഗ് എവിഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാൻസ് കിട്ടുവാണെങ്കിൽ ഇത് ടാർഗറ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഗുഡ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. സോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അതർവൈസ് നമുക്ക് അവസാനിക്കാം. ഗോൾഡുമായിട്ട് റിലേറ്റ് ചെയ്തോ വേറെ എന്തെങ്കിലും നോക്കാനുണ്ടെങ്കിൽ നോക്കാം. സിൽവറോ എനിത്തിങ് നിങ്ങൾ ആവശ്യപ്പെട്ടാലും നോക്കാം. ഓക്കെ, ഗോൾഡിലേക്കുള്ള മൂവ്മെൻറ്റ് ഇതാണ് തരാനുള്ളത്. ഗോൾഡ് 15 മിനിറ്റിൽ ഇവിടെ ഒരു സെല്ലിംഗ് എവിഡൻസ് ഉണ്ട്. അതായത് ട്രെൻഡ് ചേഞ്ച് വന്നാൽ ഈ സെല്ലിംഗ് എവിഡൻസ് വെച്ചിട്ട് ടാർഗറ്റ് ചെയ്യാം 5068 താഴോട്ട്. ഓക്കെ, മാർക്ക് ചെയ്തിട്ടേക്കാം. ഈ ലെവലിൽ താഴേക്ക്. ഓക്കെ, അതായത് ഗോൾഡ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഇങ്ങനൊരു മൂവ്മെൻ്റ് ആണ്. ഓക്കെ, ഗോൾഡുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്കത് അവസാനിപ്പിക്കാം. വൺ അവർ നോക്കട്ടെ.
BTC ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. BTC മാർക്കറ്റിനെ ചോപ്പി കണ്ടീഷൻ. ഓക്കെ, BTC ഓപ്പർച്യൂണിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മാർക്ക് ചെയ്ത് തരാം. ഗോൾഡ് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ എനി അതർ കമ്മോഡിറ്റീസ് വേറെ എന്തെങ്കിലും നോക്കണമെങ്കിൽ നോക്കാം. ഗോൾഡിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മൂവ്മെൻ്റ് ആണ് ഇത് മാർക്ക് ചെയ്തിരിക്കുന്നത്. 15 മിനിറ്റിൽ ഒരു സെല്ലിംഗ് എവിഡൻസ് ഉണ്ട്. ബട്ട് റീസെൻ്റ് അതിലെ മൂവ്മെൻറ്റ് 5 മിനിറ്റ് ബേസ് ചെയ്തിട്ട് ബുള്ളിഷ് എവിഡൻസ് ആണ്. ഈ ഒരു എവിഡൻസിനെ റെസ്പെക്ട് ചെയ്ത് അത് മുകളിലോട്ട് പോകും. ഇവിടെ വരെ മൂവ്മെൻറ്റ് ഉണ്ട് 4 അവർ ബേസ് ചെയ്ത്. 4 അവർ ഡേ ക്യാൻഡിൽ ബേസ് ചെയ്തിട്ട് 120 ലെവലിലേക്ക് 5120 മുകളിലോട്ട് 5120 മുകളിലോട്ടാണ്. ഓക്കെ, സോ ഇതാണ് കണ്ടീഷൻ. ഓക്കെ, ഇതുമായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. BTC ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല ഇപ്പോഴും. BTC സ്ലോ മൂവ്മെൻറ്റ്. വേറെ എന്തെങ്കിലും നോക്കാനുണ്ടെങ്കിൽ നോക്കാം. എനി അതർ പേഴ്സ്, കറൻസി പേഴ്സ് ഓർ പ്രീഷ്യസ് മെറ്റൽസ്. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു അനാലിസിസ് ആണ് ചെയ്തത് ഗോൾഡിൽ. സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. മൺഡേയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു NY സെക്ഷനിൽ ലൈവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. NY സെക്ഷന് മുന്നേ, അതായത് NY സെക്ഷൻ്റെ പ്രീ ഓപ്പണിംഗ് ഉണ്ടല്ലോ, ആ ഒരു സമയത്തോട്ട്. ഈ ഒരു അനാലിസിസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഇത് റെക്കോർഡഡ് വീഡിയോ ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് കയറിയിട്ട് കാണാം. ഈ ഒരു വീക്കിൽ നിങ്ങൾക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. എൻ്റയർ ദിസ് വീക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ US ഇറാൻ വാർ തന്നെയാണ്. വാർ വന്നു കഴിഞ്ഞാൽ പിന്നെ റിസ്ക് ഓഫ് സെൻറ്റിമെൻറ്റ്സിലായിരിക്കും. റിസ്ക് ഓഫ് സെൻറ്റിമെൻറ്റ്സിൽ ഗോൾഡ് വിൽ മൂവ്സ് അപ്പ്. ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലോട്ട് കയറും. കാര്യം റിസ്ക് ഓഫ് സെൻറ്റിമെൻറ്റ്സിൽ മറ്റ് അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഗോൾഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും. സോ അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൈൻഡായിട്ട് ആൾക്കാർ ബൈ ചെയ്യുമ്പോൾ പ്രൈസ് പെട്ടെന്നങ്ങ് മുകളിലോട്ട് കയറത്തില്ല. അത് നോക്കണം, പെട്ടെന്ന് മുകളിലോട്ട് കയറത്തില്ല. അതായത് ഇവിടെ മോർ ബയേഴ്സ് കയറുകയാണ്. 75% മുകളിൽ ബയേഴ്സ് കയറുകയാണെങ്കിൽ പ്രൈസ് പിന്നെയും ഫോൾ ചെയ്യും. സെല്ലേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയും ഫോളോ ചെയ്യും. അതിനുശേഷം ഒരു ലോങ് ടൈമിലേക്കുള്ള മൂവ്മെൻറ്റ് അത് ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നെ ആയിരിക്കും. അതായത് നമ്മൾ മന്ത്ലി ചാർട്ട് കണ്ടാണത് ലോങ് ടൈമിലേക്കുള്ള മൂവ്മെൻറ്റ് ബുള്ളിഷ് ആയിരിക്കും. ബട്ട് അതിൽ ഇതേമാതിരി ക്ലൈമറ്റിക് ആക്ഷൻ ക്യാൻഡിൽസ് വീഴും. ക്ലൈമറ്റിക് ആക്ഷൻ ക്യാൻഡിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്യാപിറ്റലിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുണ്ടോ, ഇതേമാതിരിയുള്ള ക്യാൻഡിൽസ് വീഴും. കണ്ടോ, ഇത് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ NY സെക്ഷനിൽ ഇവിടെ ക്ലിയർ ഒരു സെല്ലിംഗ് എവിഡൻസ് ഉണ്ടായിരുന്നു. ബട്ട് NY സെക്ഷനിൽ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ ബുള്ളിഷ് മൂവ്മെൻറ്റ്, മോർ ബയേഴ്സ് മാർക്കറ്റിലേക്ക് കയറി. അവർക്കുള്ള ട്രാപ്പ് ഈ മൂവ്മെൻറ്റ് കണ്ടോട്ട് പിന്നെയും ബൈ പൊസിഷൻസ് ഓപ്പൺ ആക്കി. അവരെല്ലാം SL സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. മാർക്കറ്റ് കൺട്രോളേഴ്സ് ഒറ്റ ക്യാൻഡിലിൽ അവരുടെ SL എല്ലാം അടിച്ച് ഈ സെൽ എവിഡൻസും എടുത്തിട്ട് പോയി. കണ്ടോ, അപ്പോൾ ഇതേമാതിരി ക്ലൈമറ്റിക് ആക്ഷൻ ക്യാൻഡിൽസ് വീഴും. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വാർ സിറ്റുവേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് ബ്ലൈൻഡായിട്ട് കയറി ബൈ ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റിൽ
ഗോൾഡിൻ്റെ പ്രൈസ് കൂടുക തന്നെയാണ് ചെയ്യണത്. ബട്ട് അത് പെട്ടെന്ന് കൂടിയല്ല ചെയ്യുന്നത്. ഇതേമാതിരിയുള്ള ഫോളുകളുണ്ടാവും. ഈ ഫോൾ ഉണ്ടായതിന് ശേഷം ഗോൾഡ് പിന്നെയും കയറിയില്ലേ, ഹെവി. ഇത് ഇത്രത്തോളം ഫോൾ ഉണ്ടായി. എത്രയാണ്, 4990 ലെവൽ വരെ ഫോൾ ചെയ്തു. അതിനുശേഷം തിരിച്ച് ഇന്നലെ മാർക്കറ്റ് എൻഡ് ആയത് 5100-ലാണ്. ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് വാർ സിറ്റുവേഷനിലെ പ്രത്യേകത. നോക്കാം, നമ്മൾ മാർക്കറ്റിലെ സുനാമി കണ്ടതാണ് നേരത്തെ. സുനാമി കണക്കുള്ള മൂവ്മെൻ്റാണ് മാർക്കറ്റിൽ ഉണ്ടായത്, നേരത്തെ ഉണ്ടായത്. ഓക്കെ, സോ അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എനിവേ, സോ വേറെ എന്തെങ്കിലും നോക്കണമെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ലൈവ് എൻഡ് ചെയ്യാം. നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മാത്രം. വേറെ എന്തെങ്കിലും കറൻസി പെയർ അല്ലെങ്കിൽ പ്രീഷ്യസ് മെറ്റൽ ഓർ എനിത്തിങ്. BTCയിൽ ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല ഇപ്പോഴും, നിലവിലൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. നല്ലൊരു മാർക്കിംഗ് ചെയ്തു തരാൻ എനിക്ക് പറ്റുന്നില്ല. നേരത്തെ നമ്മൾ ലൈവ് ചെയ്യുമ്പോഴും മാർക്കിംഗ് ചെയ്തിട്ടാണ് എൻഡ് ചെയ്യണത്. BTCയിലൊരു മാർക്കിംഗ് ഇടാറുണ്ട്, ബട്ട് എനിക്ക് അങ്ങനെ ഇപ്പോൾ ചെയ്തു തരാനില്ല. 4 hour ക്യാൻഡിലിൽ കിട്ടിയാലേ കാര്യമുള്ളൂ. കാര്യം വളരെ സ്ലോ മൂവ്മെൻ്റ് ആണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. ഓക്കെ, 4 hour ബേസ് ചെയ്തിട്ട് ഒരു 48, 301, 202 വരെ നേരത്തെ മൂവ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അതായത് അതാ ഈ ഒരു മൂവ്മെൻറ്റ് 229 വരെ. ഓക്കെ, സോ നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ നമ്മളെ ഫോളോ ചെയ്താൽ മതി. എനിവേ, സോ ആർക്കും ഒന്നുമില്ല, ചോദിക്കാനൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ലൈവ് എൻഡ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷുവറായിട്ട് ആൻസർ ചെയ്യാം. ഈ അനാലിസിസ് റിലേറ്റഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കറൻസി പെയർ അല്ലെങ്കിൽ പ്രീഷ്യസ് മെറ്റൽ ഓർ എനിത്തിങ്, US ഓയിൽ, എനിത്തിങ് നോക്കണമെങ്കിൽ നോക്കാം. US ഓയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. US ഓയിൽ വാർ സിറ്റുവേഷനിൽ US ഓയിലിൻ്റെ കുതിപ്പ് നമ്മൾ കണ്ടതാണ്. ഓക്കെ, സോ BTCയിലെ മൂവ്മെൻറ്റ് ഈ 68,232, അതായത് ഈ ഒരു ഇൻവെർട്ടർ ഹാമറിനെ റെസ്പെക്ട് ചെയ്ത് മുകളിലോട്ടൊരു മൂവ്മെൻറ്റ്. ഓക്കെ, US ഓയിൽ ഗോൾഡ് ഇമ്പോർട്ടൻ്റ് ആണ്. എനിത്തിങ് റിലേറ്റഡ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. only few minutes. ഞാൻ ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. ക്രിപ്റ്റോ, എനി ക്രിപ്റ്റോ ഏത് വേണമെങ്കിലും നമുക്ക് നോക്കാം. ഇപ്പോൾ ഫ്രീ ആണ്. US ഓയിൽ ഒന്ന് നോക്കാം, കണ്ടീഷൻ എന്താണ്. US ഓയിൽ US ഓയിൽ നല്ലൊരു കയറ്റം കയറി. അതായത് ഈ ഒരു ലെവൽ വരെയാണ് കയറിയത്, 67.
ഇവിടെ കണ്ടോ, ഈ ഒരു ക്ലിയർ ബൈങ് എവിഡൻസ് 30 മിനിറ്റ്സിൽ റെസ്പെക്ട് ചെയ്തിട്ടുള്ള ബുള്ളിഷ് അപ്പ്. ഓക്കെ, സോ അതിനുശേഷം സെൽ എവിഡൻസ് എന്ന് പറയാനൊന്നുമില്ല. ഇപ്പോഴും മാർക്കറ്റ് എൻഡ് ആയിരിക്കുന്നത് ബൈ എവിഡൻസിലും അല്ല, ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതിലൊരു ബുള്ളിഷ് മൂവ്മെന്റ് മാക്സിമം ഈ ഒരു ലെവൽ. നെക്സ്റ്റ് സപ്ലൈ ലെവൽ ഇവിടെയാണ്. US ഓയിലിന്റെ ഈ സപ്ലൈ ലെവലിലേക്കുള്ള മൂവ്മെന്റ് തന്നെയാണ്. അതിനൊരു സിമ്പിൾ വേ എന്ന് പറഞ്ഞാൽ ട്രെൻഡ് ലൈൻ മേക്ക് ചെയ്യാം. ഓക്കെ, സോ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സപ്ലൈ ലെവലിലേക്കാണ് മൂവ്മെന്റ് വരുന്നത്. നെക്സ്റ്റ് എൻ്റെ ഇതിൻ്റെ ഒരു മൂവ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഡേ ക്യാൻഡിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഡേ ക്യാൻഡിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഡേ ക്യാൻഡിൽ നോക്കുമ്പോൾ ബുള്ളിഷ് മൂവ്മെന്റ് ആണ് US ഓയിലിൽ നിൽക്കുന്നത്. ക്ലിയർ ബൈങ് എവിഡൻസ്. ക്ലിയർ ബൈ ഏരിയയിലേക്കാണ് അത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, പ്രീവിയസ് ക്യാൻഡിൽ ഡേ ക്യാൻഡിൽ നോക്കുമ്പോഴത്തേക്ക് നോ സപ്ലൈ ക്യാൻഡിൽ വീണ്ടും മുകളിലോട്ട് കയറാനാണ് ചാൻസ്. ഓക്കെ, സെല്ലിംഗ് എവിഡൻസ് ഒന്നും റെസ്പെക്ട് ചെയ്യപ്പെടാതെ കിടപ്പില്ല, എല്ലാം എടുത്തിട്ട് പോയേക്കാണ്. വാർ സിറ്റുവേഷനിൽ US ഓയിലിന്റെ പ്രൈസ് മുകളിലോട്ട് കയറാനാണ് ചാൻസ്. ഓക്കെ, വേറെ എന്തെങ്കിലും നോക്കാണ്ടേ നോക്കാം, അല്ലെങ്കിൽ അവസാനിപ്പിക്കാം. സിൽവർ ഓക്കെ, this is silver. സിൽവർ ഗോൾഡിലെ പോലെ തന്നെ മൂവ്മെന്റ്, ഡേ ക്യാൻഡിൽ നോക്കുമ്പോൾ ഗോൾഡിലെ പോലെ തന്നെ. ഇതുണ്ടായി നമ്മൾ മാർക്ക് ചെയ്തിട്ടിരുന്നായിരുന്നു ഇവിടെ വരെ ഫോളോ ചെയ്യുന്നുള്ള. ഇവിടെ വന്നിട്ട് തിരിച്ചു കയറിയത് കണ്ട. സിൽവറിൽ നല്ലൊരു ഫോളാണ് ഉണ്ടാക്കുന്നത്. 120 പീക്ക് എന്ന് പറഞ്ഞാൽ 120 ലെവലാണ്. 120 ലെവലിൽ നിന്നാണ് അത് താഴേക്ക് ഫോളോ ചെയ്തത്. ഇപ്പൊ സിൽവറിന്റെ ഡേ ക്യാൻഡിൽ നോക്കുമ്പോൾ അതിന്റെ സ്റ്റൊക്കാസ്റ്റിക്സ് ലെവല് 80 എബോവ്, അത് ഓവർ ഒരു ബൈ ഏരിയയിലേക്ക് കയറുവാണ്. 80 മുകളിൽ കയറിയ ക്ലിയർ ബൈ ഏരിയ. ഓക്കെ, സിൽവറിൽ ഉണ്ടായിരിക്കുന്ന ഫോള് ഒരു ഹെവി ഫോള്, അതിനുശേഷം ഉള്ള ഒരു മൂവ്മെന്റ്. ഈ മൂവ്മെന്റിൽ ഡേ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ എവിടെയും സെല്ലിംഗ് എവിഡൻസ് ഒന്നും റെസ്പെക്ട് ചെയ്യപ്പെടാതെ കിടപ്പില്ല. ക്ലിയർ ബൈങ് എവിഡൻസ് തന്നു. അത് ബൈങ് എവിഡൻസ് തന്നതെന്ന് വെച്ചാൽ ഏത് ദിവസം എന്ന് വെച്ചാൽ 18-ാം തീയതി വെനസ്ഡേയില്, ഫെബ്രുവരി 18-ന് ക്ലിയർ ബൈങ് എവിഡൻസ്. ആ ബൈങ് എവിഡൻസിനെ റെസ്പെക്ട് ചെയ്തിട്ടുള്ള ബുള്ളിഷ് അപ്പ്. ഓക്കെ, ഡേ ചാർട്ട് നോക്കുമ്പോൾ ഒരു സപ്ലൈ ലെവലിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇപ്പം നിൽക്കുന്ന ഒരു സപ്ലൈ ലെവൽ ഇതാണ്. സോ ഇതാണ് സപ്ലൈ ലെവല്. ഈ സപ്ലൈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 92 ലെവലിലേക്കാണ് സിൽവറിലെ മൂവ്മെന്റ്. ഓക്കെ, സിൽവർ ഗോൾഡിലെ അതേ മൂവ്മെന്റ് തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. കറക്റ്റ് ആണ്. നോക്ക്, 4 അവർ ചാർട്ട് കറക്റ്റായിട്ടും
ഗോൾഡിൽ അതേപോലെ തന്നെയാണ് 4 അവർ ചാർട്ട്. RSI ഓവർ ബ്രോട്ട് കണ്ടീഷൻ ആയിരിക്കാം. നോക്കാം. സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോൾ കണ്ടോ, ഗോൾഡിലെ പോലെ തന്നെ 4 അവറിൽ അതും ഓവർ ബ്രോട്ട് കണ്ടീഷനിലാണ്. ഗോൾഡിൻ്റെ അതേ മൂവ്മെൻറ്റ് ഫോളോ ആണ്. ഇവിടെ സെൽ എവിഡൻസ് ഒന്നും വെയിറ്റിംഗ് ഇല്ല. 4 അവർ നോക്കുമ്പോൾ 1 അവർ ഒന്ന് നോക്കാം. 1 അവറിലും സെല്ലിംഗ് എവിഡൻസ് ഒന്നുമില്ല. ക്ലിയർ റാലി, ബുള്ളിഷ് റാലി. അവിടെയും ഓവർ ബ്രോട്ട് കണ്ടീഷൻ ആയിരിക്കും. കറക്റ്റാണ്. നോക്ക്, ഗോൾഡിലെ പോലെ തന്നെ ഓവർ ബ്രോട്ട് കണ്ടീഷൻ. 30 മിനിറ്റ്സ് വരെ അവിടെ ഓവർ ബ്രോട്ട് കണ്ടീഷൻ ആയിരുന്നു ഗോൾഡിൽ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വീണ്ടും 30 മിനിറ്റ്സിൽ ക്ലിയർ ഒരു ബൈങ് എവിഡൻസ്. സിൽവർ വീണ്ടും ഒരു ബൈങ് എവിഡൻസ് തന്നിട്ടുണ്ട് 30 മിനിറ്റിൽ. ദാറ്റ് മീൻസ് വീണ്ടും ഇത് ഇനി 84 ലെവലിന് മുകളിലോട്ട് കയറാനുള്ള ചാൻസ് ആണ്. എങ്ങോട്ട് ഫോളോ ചെയ്താൽ ഇവിടെ സെല്ലിംഗ് എവിഡൻസ് റെസ്പെക്ട് ചെയ്യപ്പെടാതെ ഒന്നുമില്ല. ഗോൾഡിൽ 15 മിനിറ്റിൽ ഒരു സെല്ലിംഗ് എവിഡൻസ് റെസ്പെക്ട് ചെയ്യപ്പെടാതെ കിടപ്പുണ്ട്. ബട്ട് സിൽവറിൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. സിൽവറിൽ ഒരെണ്ണം ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇല്ലില്ല സിൽവറിലില്ല. ഇല്ല. ഓക്കെ, സിൽവറിലില്ല. സിൽവറിൻ്റെ RSI 15 മിനിറ്റ് നോക്കുമ്പോൾ ഇനിയും നല്ല മൂവ്മെൻ്റ് ഉണ്ട് മുകളിലോട്ട്. അതായത് ഈ ഡിമാൻഡ് ഏരിയ, ഈ സപ്ലൈ ലെവൽ ഫുള്ള് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 86 ലെവലിലേക്ക് ഈ മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നത്. സിൽവർ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് നോക്കാം. സിൽവർ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് നോക്കുമ്പോൾ സിൽവറിൽ മോർ ബയേഴ്സ് ആണ്. ഇപ്പോഴും മോർ ബയേഴ്സ് ആണ്. 70% ബയേഴ്സ് ആണ്. സിൽവറിന് നമ്മൾ ഡെയിലി ഇങ്ങനെ നോക്കാത്തതുകൊണ്ട് അറിയില്ല ഇത് എത്രയിൽ കൂടിക്കഴിഞ്ഞാലാണ് അതിൽ ഫോളോ വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ 70% ബയേഴ്സ് ഉണ്ട്. അറ്റ് പ്രസൻറ്റ് നോക്കുമ്പോൾ ഒരു മോർ ബയേഴ്സ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഒന്ന് ഫോളോ ചെയ്ത് സെല്ലേഴ്സിനെ അട്രാക്ട് ചെയ്തതിന് ശേഷം വീണ്ടും മുകളിലോട്ട് കയറും. സിൽവർ റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് നോക്കാം. സിൽവർ റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് ഇങ്ങനെയാണ് അവസ്ഥ. ഗോൾഡിലെ പോലെ അല്ല. ഇവിടെ മോർ ബയേഴ്സ് ആണ്. സോ അതുകൊണ്ട് പ്രൈസ് ഫോളോ ചെയ്യും, എന്നിട്ടേ കയറത്തോളൂ. ഓക്കെ, സിൽവറിൽ 52% ലോങ് പൊസിഷൻസും 47% ഷോർട്ട് പൊസിഷൻസും ആണ്. സോ മോർ ലോങ് പൊസിഷൻസ് മീൻസ് പ്രൈസ് ഫോളോ ചെയ്യും. ഇവരുടെ SL എല്ലാം ഗ്രാബ് ചെയ്യണ്ടേ. ഓക്കെ, സോ എനിവേ നമ്മൾ ഗോൾഡ്, സിൽവർ, US ഓയിലൊക്കെ നോക്കി. ഇനി എന്തെങ്കിലും ചോദിക്കാം. അല്ലെങ്കിൽ കറക്റ്റ് 5 മണിയാകുമ്പോൾ നമ്മൾ ലൈവ് എൻഡ് ചെയ്യണം. ത്രീ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. 3 മിനിറ്റ്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാം. എന്തെങ്കിലും നമ്മുടെ സ്ട്രാറ്റജി ബേസ് ചെയ്തോ എന്തെങ്കിലും ബേസ് ചെയ്തോ. നമ്മുടെ സ്ട്രാറ്റജി വർക്കൗട്ടാണ്, നിങ്ങൾക്ക് പരിശോധിക്കാം. എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് ചോദിക്കാം. കറൻസി പെയറോ ക്രിപ്റ്റോയോ നോക്കണമെങ്കിൽ നോക്കാം.
നോ വൺ ഹാവ് നോ ക്വറീസ്. ഓക്കെ, ആർക്കും ഒന്നും ചോദിക്കാനില്ല പ്രത്യേകിച്ച്. അതുകൊണ്ട് നമ്മൾ ലൈവ് എൻഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ റെക്കോർഡഡ് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇതെടുത്ത് പരിശോധിച്ചാൽ മതി. ഇതിനെ ബേസ് ചെയ്തിട്ട് നെക്സ്റ്റ് വീക്കിലുള്ള മൂവ്മെൻറ്റുകൾ നിങ്ങൾക്ക് നോക്കാം. കീ ലെവൽസ് എല്ലാം ഗോൾഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഗോൾഡിലേക്ക് തന്നെ മൂവ് ചെയ്യാം. ഇത് സിൽവർ ആണ്. ഓക്കെ, ഗോൾഡ് 15 മിനിറ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, മാർക്ക് ചെയ്ത് വെച്ചോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ട്രേഡ് ചെയ്യാൻ ചാൻസ് കിട്ടുമ്പോൾ നിങ്ങൾ ക്യാപ്ചർ ചെയ്യുക. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. Thank you.